എടാ 4 വർഷം കാത്തിരുന്ന് വന്ന വേൾഡ് കപ്പ്, അത് നാളത്തെ ഒരു നൈറ്റും കൂടെ കഴിഞ്ഞാൽ ഫൈനല്. വേൾഡ് കപ്പ് കഴിഞ്ഞു. ഇന്നലെ തുടങ്ങിയുള്ളൂ എന്ന് എന്റെ മൈൻഡ് പ്രോസസ്സായി വരുന്നതിന് മുമ്പ് വേൾഡ് കപ്പ് കഴിഞ്ഞു. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതൊന്നുമല്ല. ഇനി 4 വർഷം കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ്. 4 വർഷം എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, ഇതാന്ന് പറഞ്ഞെങ്കിൽ പോകും. പക്ഷേ 4 വർഷം കഴിയുമ്പോൾ ഇന്ന് നമ്മൾ പേര് പറഞ്ഞ് ഫൈറ്റ് ഉണ്ടാകുന്ന പല പ്ലേയേഴ്സും ടീമിലുണ്ടോ, കളിക്കാൻ ഇറങ്ങുമോ എന്ന് പോലും അറിയത്തില്ല. അതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇന്ന് വേൾഡ് കപ്പ് കണ്ടതുപോലെ അന്ന് കാണാൻ പറ്റുമോ? ചിലപ്പോൾ നിനക്ക് ജോലിയാവും, എനിക്കല്ലെങ്കിൽ ജോലി കിട്ടും, നമ്മുടെ കുടുംബമൊക്കെ മാറും, അതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളെല്ലാം മാറും, നമ്മുടെ ചിന്താഗതി മാറാം, നമ്മുടെ തോട്ട്സ് പ്രോസസ്സിങ് കാര്യങ്ങൾ എല്ലാം മാറാം. നാട്ടിലാണോ വിദേശത്താണോ എന്ന് പോലും അറിയത്തില്ല. എടാ, ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ കൂടെയുള്ള പലരുടെയും ലാസ്റ്റ് വേൾഡ് കപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്ത് എന്ന് പോലും അറിയാത്തൊരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ നാളെ കൂടെ കഴിഞ്ഞുള്ള വേൾഡ് കപ്പ് ഫൈനൽ ഡേക്ക് എനിക്കിഷ്ടപ്പെട്ട ടീമായിരിക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട ടീമായിരിക്കാം, എന്തോ ഏത് ടീമോ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതൊരു മെമ്മറബിൾ ഡേ ആക്കി തന്നെ മാറ്റിയിരിക്കണോടാ. അത് കഴിഞ്ഞ് എന്താണെന്ന് ഒന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് പേഴ്സണലി എനിക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. സോ താങ്ക് യു.